ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബ്ലാക്ക് ഈസ് ഡേ ഔട്ടിൻ്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇവിടുന്ന് പതുക്കെ അവരുടെ വീട്ടിലോട്ട് ബ്ലാക്കിനെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അതാ ഈ സ്ഥലമാണ്, നല്ലൊരു സ്ഥലമായിരുന്നു. പക്ഷേ അങ്ങോട്ട് കയറുമ്പോഴത്തേനും കുറേ പെറ്റ്സിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം. നല്ല ഒച്ചയുണ്ട്. ഇങ്ങ് അകലേന്ന് തന്നെ നമുക്ക് സ്വരം കേൾക്കാം കേട്ടോ. അവർ കുറേ പെറ്റ്സിനെ വളർത്തുന്നുണ്ട്. കിളികളും ഡോഗ്സും പിന്നെ താറാവ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസിനെ അവർ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബ്ലാക്കിക്ക് ഈ സ്വരം ഒന്നും ഇഷ്ടമല്ലേ. ബ്ലാക്കിനെ അതാ ഒരു കൂട്ടി കൊണ്ടുവന്ന് അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട്. ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, വിറയ്ക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നോക്കിക്കേ, ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഈ കൂടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്കും ഈ ബ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊരു പേടിയുണ്ട് കേട്ടോ. അപ്പം എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ല. നന്നായിട്ട് കെയർ ചെയ്യുന്നൊരു സ്ഥലത്താണ് നമ്മൾ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. കുറേ ആളുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്ലാക്കിക്ക് വേറൊരു സ്വഭാവമുണ്ട്. വേറെ ക്യാറ്റ്സിനെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അതിനെ കണ്ടു കഴിഞ്ഞാൽ ഹിസ് ചെയ്യും, മാന്താനായിട്ടൊക്കെ ഇങ്ങനെ പാഞ്ഞെടുക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്ന നല്ല ക്യൂട്ട് ബോയാണ് കേട്ടോ. അത് ബ്ലാക്കി ഗേളാണ്. അപ്പോൾ ഇത് ബോയുടെ കൂട്ടിലാണ് കൊണ്ടുപോയി ഇരുത്തിയേക്കുന്നത്. അപ്പോൾ ഇവൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഞങ്ങളായിട്ട് നല്ല ക്യൂട്ടായി. ഇത് കണ്ടില്ലേ, ഭയങ്കര സ്നേഹമുള്ളൊരു ക്യാറ്റ്. ഒരു കുഴപ്പമില്ല, ഈ സ്വരവും ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ വളർത്തുന്ന പോലെയാണ് നമ്മുടെ പെറ്റ്സ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ സ്വരമൊന്നും ഇല്ലാത്ത കാരണം ബ്ലാക്കിക്ക് ആ ഒരു അന്തരീക്ഷം പിടിക്കത്തുള്ളൂ. പിന്നെ ഈ പൂച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തിറക്കി വിട്ടിട്ടും അങ്ങനെയൊന്നും ഓടിപ്പോകുന്നില്ല. അതാ ഇവിടെ തന്നെ അതിനറിയാമേ ഇന്ന സ്ഥലം വരെ പോകാൻ പാടുള്ളൂ, തിരിച്ച് കയറുന്നു. നമ്മുടെ ബ്ലാക്കി അങ്ങനെയല്ല, എപ്പോഴും അടച്ചിട്ടല്ലേ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ വാതിൽ തുറക്കുമ്പോഴേ പുറത്തോട്ട് ഓടും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പേടിച്ച് അങ്ങനെയൊക്കെയാണ് ബ്ലാക്കിനെ. അപ്പോൾ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും. അപ്പം എനിക്കതിനെക്കുറിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ ഈ ഡോഗ്സിനെ കണ്ടില്ലേ, ഇതിൻ്റെ പേര് ബ്ലാക്കി എന്നാണ്. ഇതിന് 2 കുഞ്ഞുവാവകളുണ്ട് കേട്ടോ. അതിലൊരു കുഞ്ഞുവാവയാണ് ഇത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ അനിമൽസിനെയൊക്കെ കാണാൻ പറ്റി അവിടെ പോയപ്പോൾ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ബ്ലാക്കിനെ ആക്കിയിട്ട് വരിക. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അത് സാറില്ല, വീഡിയോ കോളാന്ന് വിചാരിക്കും. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കില്ല, അങ്ങനെയല്ല. നമ്മൾ ആദ്യമായിട്ട് മാറ്റി നിർത്തുകയാണ്. പിന്നെ ഇത്രയും 1 മാസത്തേക്ക് മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു വിഷമം കേട്ടോ. അവർ നന്നായിട്ട് നോക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ എന്താ, നമ്മൾ അവന്തികയുടെ വീട്ടിൽ വന്നിട്ട് ചിപ്പീനെ പിന്നെയും കുറച്ച് നേരമൊക്കെ ഇട്ട് കളിപ്പിച്ചു. ഇതും ഭയങ്കര രസമായിരുന്നു. ഈ അനിമൽസ് എല്ലാം സ്നേഹിച്ചാൽ തിരിച്ച് നന്നായിട്ട് സ്നേഹിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ചിപ്പി ഉണ്ടല്ലോ, ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ്. എന്നിരുന്നാലും ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങൾ സ്നേഹിച്ചതിലും 10 ഇരട്ടി സ്നേഹം വാലാട്ടിക്കൊണ്ടും എല്ലാ എക്സ്പ്രഷനിലോട് കൂടി ഞങ്ങൾക്ക് തന്നിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതെല്ലാം പാക്ക് ചെയ്ത് പിന്നെ യാത്രയായി. പിറ്റേ ദിവസം അടുത്ത വിശേഷങ്ങളായിട്ട് വരുമായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. താങ്ക് യു.